അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എംബ്രോയ്ഡറി ഹൂപ്പ് വെച്ചിട്ടുള്ള ഫോട്ടോ ഫ്രെയിമാണ്. അതിൻ്റെ മെറ്റീരിയൽസ് ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് എംബ്രോയ്ഡറി ഹൂപ്പാണ്. അത് ഏത് ഇഞ്ച് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ എടുത്തിട്ടുള്ളത് 14 ഇഞ്ചിൻ്റെ ഹൂപ്പാണ്. പിന്നെ നമുക്ക് വേണ്ടത് ത്രെഡാണ്. ത്രെഡും നമുക്ക് ഇഷ്ടമുള്ള ഏത് ത്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ജൂട്ടിൻ്റെ ത്രെഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൻ്റെ ത്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലവറാണ്. ഫ്ലവറും നമുക്ക് ഇഷ്ടമുള്ള സൈസിനും കളറിനും നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ചെറിയ സൈസിലുള്ള ഫ്ലവേഴ്സാണ്. അത് 2 കളറായിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഫോട്ടോസാണ്. ഫോട്ടോസ് ഞാൻ സ്റ്റുഡിയോ ഫോട്ടോസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻറ്റഡ് ഫോട്ടോസും വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ഫെയറി ലൈറ്റാണ്. ഇപ്പോൾ യൂഷ്വലി എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഫെയറി ലൈറ്റ്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ അവൈലബിൾ ആണ്. ബട്ടൺ ഹൗസിലൊക്കെ ചെന്നാൽ നമുക്ക് കിട്ടുന്നതാണ്. ക്രാഫ്റ്റ് ഐറ്റംസ് ഉള്ള ഷോപ്പിലൊക്കെ ചെന്നാൽ നമുക്ക് ഫെയറി ലൈറ്റ് കിട്ടുന്നതാണ്. പിന്നെ വേണ്ടത് ഗ്ലൂ ആണ്. ഞാൻ ഫെവി ബോണ്ടിൻ്റെ ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഹാഫ് ബീഡ്സും ഉപയോഗിക്കുന്നുണ്ട്. അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ത്രെഡ് എടുത്തിട്ട് നമ്മൾ എംബ്രോയ്ഡറി ഹൂപ്പിൻ്റെ ഹോളിലൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കെട്ടി കൊടുക്കണം. കെട്ടുമ്പോൾ നല്ല ശ്രദ്ധിച്ച് കെട്ടണം. നല്ല മുറുകി കെട്ടണം. ലൂസായിട്ട് ഇരിക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ എംബ്രോയ്ഡറി ഹൂപ്പ് ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കണം. ചുറ്റുമ്പോൾ ശ്രദ്ധിക്കുക, ഗ്യാപ്പ് വരാതെ ചുറ്റുക. ഇത് ഫുള്ളായിട്ട് ചുറ്റുന്നവരുമുണ്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചുറ്റി കൊടുക്കുക. ചിലർ ഹാഫായിട്ട് ചുറ്റുന്നവരുമുണ്ട്. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചുറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ചുറ്റുന്നുണ്ട്. ഹൂപ്പ് ഫുള്ളായിട്ട് നല്ല ടൈറ്റായിട്ട് അരികൊന്നും കാണാത്ത രീതിയിൽ ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഫുള്ളായിട്ട് ചുറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് എത്തുമ്പോൾ ആദ്യം നമ്മൾ ഇട്ട ഹോളിലൂടെ തന്നെ എടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുക. 2 തലയും വെച്ചിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യണത് ഹൂപ്പിൻ്റെ സെൻട്രൽ കൂടെ മുകളിൽ നിന്ന് താഴോട്ട് ഒരു ലൈന് പോലെ നമുക്ക് ത്രെഡ് കെട്ടി കൊടുക്കണം. അങ്ങനെ 3 ലൈന് നമുക്ക് കെട്ടി കൊടുക്കണം. ഞാൻ ഫസ്റ്റ് കെട്ടുന്നത് സെൻട്രലിലെ ലൈനാണ്. ഇനി 2 സൈഡിലെയും ലൈനും കെട്ടി കൊടുക്കണം. ഈ ലൈന് വേണമെങ്കിൽ നമുക്ക് 4 വേണമെങ്കിലും കെട്ടാം. നമ്മളെ ഇഷ്ടം പോലെ നമ്മളെ ഫോട്ടോൻ്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് കെട്ടി കൊടുക്കാം. ഇനി ഈ ലൈനിലാണ് നമ്മൾ ഫോട്ടോസ് ഒട്ടിക്കാൻ പോകുന്നത്. ഇപ്പോൾ 3 ലൈനും കെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലൈനിൽ വേണം ഫോട്ടോസ് ഒട്ടിക്കാൻ. ഫോട്ടോസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സെല്ലോ ടേപ്പാണ്. സെല്ലോ ടേപ്പ് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ത്രെഡിൻ്റെ താഴെയായിട്ട് സെല്ലോ ടേപ്പ് മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫോട്ടോസ് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നന്നായിട്ട് അത് സ്റ്റിക്കായിട്ട്
ഒന്നും കൂടെ നന്നായിട്ട് സെക്യൂർഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് സെല്ലോ ടോപ്പ് എടുത്തിട്ട് നമ്മൾ ഒന്നും കൂടെ അതിൻ്റെ മുകളിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫോട്ടോസൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അതിൻ്റെ സൈസും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാ ഫോട്ടോസും നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കാനാണ്. ഓരോ ഫ്ലവറും നമ്മൾ എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് അറേഞ്ച് ചെയ്തിട്ട് വെക്കാം. നമുക്ക് ഒരു സൈഡിൽ വേണമെങ്കിൽ ഫ്ലവർ അറ്റാച്ച് ചെയ്യാം. ഇവിടെ ഞാൻ 2 സൈഡിലുമായിട്ട് ഫ്ലവർ അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് 2 സൈഡിലായിട്ട് ലീഫ് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഹാഫ് ബീഡ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹാഫ് ബീഡ് വെക്കുന്ന വീഡിയോസ് ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. 2 സൈഡിലായിട്ട് ഹാഫ് ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ലീഫും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഫെയറി ലൈറ്റ് ചുറ്റി കൊടുക്കാനാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫെയറി ലൈറ്റ് ചുറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഹൂപ്പ് റൗണ്ടിലാണ് ചുറ്റി കൊടുത്തിട്ടുള്ളത്, ഈ ഹൂപ്പ് ഫുള്ളായിട്ട്. നിങ്ങൾക്ക് സെൻട്രൽ കൂടെയും ഫെയറി ലൈറ്റ് ചുറ്റി കൊടുക്കാം.
ഫൈനലായിട്ട് നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. നെറ്റിലൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കാം. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.